ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നാളത്തെ പത്രമാറ്റിൻ്റെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പാതിരാത്രിയിരുന്ന് അഭി നേരെ നാഗേന്ദ്രനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ജലജ വന്നിട്ട്, ആരാടാ വിളിച്ചത്? നീ അയാളെ അല്ലേ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്ക്, ഏതാളെ? ദേ ആ നാഗേന്ദ്രനല്ലേ നീ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും, ഞാനൊരു നാഗേന്ദ്രനെ വിളിച്ചില്ല, അമ്മയ്ക്കിത് എന്താ പറ്റും, നീ ആ ഫോൺ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും നാഗേന്ദ്രൻ ഹലോ എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, നിങ്ങൾ ആരാ എന്ന് ജലജയും ചോദിക്കുകയാണ്. അപ്പോൾ ജലജയുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് തന്നെ നാഗേന്ദ്രൻ അവിടെ ഫോൺ കട്ടാക്കുകയാണ്. ഇത് അങ്ങോട്ട് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ജലജയ്ക്ക് ആകെ കാലി വരികയാണതേ. ഞാൻ ഹലോ എന്ന് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അയാളവിടെ ഫോൺ കട്ടാക്കി. ആരാടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അയ്യോ അമ്മ, അത് പിന്നെ അതെ ആ ഡേവിഡ് സാറാണ്. ഡേവിഡ് സാറോ? എന്നിട്ട് എന്തിനാ എൻ്റെ സൗണ്ട് കേട്ടപ്പോഴേക്കും പെട്ടെന്ന് ഫോൺ കട്ടാക്കിയിട്ട് പോയത്? അത് പിന്നെ അമ്മേ, ഇനി ഡേവിഡ് സാറിനെ വിളിച്ചു കഴിഞ്ഞാൽ അമ്മ വഴക്ക് പറയുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നത്. അമ്മ, അത് ഡേവിഡ് സാർ തന്നെയാണ് അമ്മേ എന്ന് പറയുകയാണ്. ദേടാ, നീ കിടന്ന് കള്ളം പറയാൻ നിൽക്കരുതടാ. അങ്ങനെ ഡേവിഡ് സാറൊന്നും അല്ല, നിന്നെ അവിടെ മാനേജറാക്കുന്നതും എല്ലാ കാര്യങ്ങൾക്കും ചെയ്യുന്നത് അതാ നാഗേന്ദ്രൻ തന്നെയാണ്. ആണെങ്കിൽ ആണ്, നന്നായിപ്പോയി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ജലജയ്ക്ക് അരിശം വരക്കണം. നീ എന്താണോ പറഞ്ഞത്? നീ എന്നെ ധിക്കരിച്ചുകൊണ്ട് നീ ആ നാഗേന്ദ്രനെ കാണാനായിട്ട് നീ പോകുമല്ലേ? ദേ, നീ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ടാ, നിന്നെ ഞാൻ കൊന്നുകളയും എന്ന രീതിയിൽ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അമ്മയോട് ഞാൻ എന്താ പറയേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ അച്ഛനെ അല്ല വിളിച്ചതെന്ന്. എനിക്ക് അച്ഛൻ്റെ നമ്പർ പോലും അറിയില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ അച്ഛനെ വിളിക്കുന്നത്? ഞാൻ ഡേവിഡ് സാറിനെയാണ് വിളിച്ചത്. ഞാൻ എൻ്റെ അച്ഛനെ പോലും കണ്ടിട്ടില്ല. നിൻ്റെ അച്ഛനെന്നും ഒരുപാട് നേരം ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അയാൾ നിൻ്റെ അച്ഛനേ അല്ല. അയാൾ കുടുംബത്തോട് ഒരു ഉത്തരവാദിത്തം കാണിക്കാത്ത മനുഷ്യനാണ്. അതുകൊണ്ട് അയാളെ ഉള്ള ഇത് നീ അങ്ങോട്ട് വിട്ടേര് അഭി. ഇനിയും അയാളെ വിളിച്ചു വന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ പടിക്ക് പുറത്തായിരിക്കും, മനസ്സിലായല്ലോ എന്നും അവിടെ ജലജ വാണിംഗ് കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അഭിക്ക് ഭയങ്കരമായിട്ടും കലി വരികയാണ്. സ്വന്തം അച്ഛനെ പോലും വിളിക്കാൻ പറ്റാത്തൊരവസ്ഥ. എന്തിനാണ് അച്ഛൻ അമ്മയോട് ഇത്രയും ആരിഷ്യം കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നുമില്ല. അങ്ങനെ നമ്മുടെ അനി ഇങ്ങനെ നിൽക്കുകയാണേ. ആ നിൽക്കുന്ന സമയത്ത് ദാ വരുന്നു അവന്തിക. അപ്പം അവന്തിക ചോദിക്കുകയാണ്, എന്താ അനിയേട്ടൻ എന്തൊക്കെയോ ആലോചിച്ചെന്നുള്ള നിപ്പാണല്ലോ. ആലോചിക്കും. നിന്റെ മനസ്സിലുള്ള ആഗ്രഹം പോലെ തന്നെ നടക്കാൻ പോവല്ലേ നമ്മൾ തമ്മിലുള്ള നിശ്ചയം. അതെ അനിയേട്ടാ. ദേ, ഞാൻ അങ്ങനെ ആഗ്രഹിച്ചെന്ന് വിചാരിച്ച് എന്താ കുഴപ്പം? അനിയേട്ടൻ എൻ്റെ മുറച്ചെറുക്കനല്ലേ? അന്ന് വിചാരിച്ച് എന്തിനാ അനിയേട്ടൻ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? നീയേ കൂടുതൽ എൻ്റെ മുന്നിൽ കിടന്ന് അഭിനയിക്കാൻ നിൽക്കല്ലേ മോളെ. നിന്റെ സ്വഭാവം എനിക്ക് ശരിക്കും അറിയാം. ആ അഭിയേക്കാളും ഡേഞ്ചർ ആയിരുന്നു നിന്റെ സ്വഭാവം നേരത്തെ. പക്ഷേ ഇപ്പം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നീ വലിയ മാന്യതയായിട്ട് നീ പറയുന്നു, മറ്റുള്ളവരുടെ മുന്നിൽ നല്ലപോലെ ചമയുന്നു. ഇതൊക്കെ നിന്റെ വെറും അഭിനയമല്ലേടി എന്നിങ്ങനെ അവന്തികയോട് ചോദിക്കേണ്ടപ്പോഴേക്കും, അതേ അനിയേട്ടാ, ഇങ്ങനെ ദൈവദോഷം പറയരുത്. ഞാൻ എത്ര രീതിയിലാണ്, നല്ല രീതിയിൽ തന്നെയല്ലേ നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നത്. എന്നിട്ട് പോലും എന്തുകൊണ്ട് എന്നെ മനസ്സിലാക്കുന്നില്ല? ഞാൻ എൻ്റെ അഭയേട്ടനോടോ അല്ലെങ്കിൽ എൻ്റെ അമ്മയോടോ പോലും മര്യാദയ്ക്ക് സംസാരിക്കാറില്ല. എന്നിട്ട് പോലും എന്നെ ഇങ്ങനെ സംശയിക്കുകയാണോ അനിയേട്ടാ? ഇങ്ങനെയൊന്നും സംസാരിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞപ്പോഴേക്കും, നീയേ നിൻ്റെ അടവെല്ലാം അവരുടെ മുന്നിൽ മതി. പക്ഷേ നിന്നെ ഞാൻ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അവന്തികെ. നീയേ ശരിക്കും അഭിനയിക്കുകയാണ്. അഭിനയിക്കുകയാണെങ്കിൽ അഭിനയിക്കുകയാണ് എങ്കിൽ പിന്നെ അനിയേട്ടൻ അങ്ങോട്ട് തെളിയിക്കാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് അവന്തിക അവിടെ നിന്ന് പോവുകയാണ്. അനിക്കാണെങ്കിൽ വന്ന കാലി അത് പറഞ്ഞറിയിക്കാൻ പാടത്ത കരി തന്നെയായിരുന്നു. അങ്ങനെ ഈ അനിയാണെങ്കിൽ നേരെ നന്ദുവിനെ വിളിക്കുക. അപ്പം നന്ദു റൂമിലായിരുന്നു. നന്ദു ഫോൺ എടുക്കുകയും ചെയ്യാണ്. എന്താ ഇപ്പം എന്തിനാ നീ വിളിച്ചതെന്ന് ചോദിച്ചപ്പോഴേക്കും, ദേ എനിക്ക് ആകെ ടെൻഷനാവുന്ന, നാളെ നിശ്ചയം നടത്താനായിട്ട് പോവാണ്. ദേ എനിക്കിതിനോട് യാതൊരു താല്പര്യമില്ല നന്ദു. എന്ത് ചെയ്യണമെന്നും എനിക്കറിയാൻ പാടില്ല. ഇത് കേട്ട നന്ദുവിന് ഭയങ്കരമായിട്ട് സങ്കടം വരിക. നന്ദു കിടന്ന് കരയാണ്. അപ്പം നന്ദു പറയണം, നീ എന്തായാലും ഈ നിശ്ചയത്തിന് നിന്ന് കൊടുക്ക്. ഇനിയിപ്പോൾ അത് നിന്ന് കൊടുത്തല്ലേ മതിയാവുള്ളൂ. നമ്മൾ രണ്ടുപേരെയും ആരും അംഗീകരിക്കാനായിട്ട് പോകുന്നില്ല. നമ്മൾ പരസ്പരം സ്നേഹത്തിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരൊക്കെ ഭയങ്കരമായിട്ട് എതിർക്കും. അതുകൊണ്ട് അത് വേണ്ട. എങ്ങനെയെങ്കിലും നീ ആ നിശ്ചയം നടത്ത്, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പൊയ്ക്കോട്ടെ, എനിക്കത്രേ പറയാനുള്ള നീ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഫോൺ കട്ടാക്കുകയാണ് നമ്മുടെ നന്ദു ഇരുന്ന് ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ അമ്മ വന്നിട്ട് ഡോറിൽ മുട്ടുകയാണ്. നന്ദുട്ടാ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ കണ്ണീരൊക്കെ തുടച്ചിട്ട്, എന്താ അമ്മേ? അല്ല, ആരോടാണ് നീ സംസാരിച്ചത്? ആരോട് സംസാരിക്കുന്ന പോലെ കേട്ടല്ലോ. ഞാൻ ആരോടൊന്നും സംസാരിച്ചില്ല അമ്മേ. അതെ,
നാളെ അനിയുടെയും അവന്തികയുടെയും നിശ്ചയമാണ്. അപ്പം ഞങ്ങൾ പോവാം. നീ ഏതായാലും വരേണ്ട കാര്യമില്ല. ഞാൻ ഏതായാലും വരുന്നില്ലമ്മേ. എനിക്ക് അങ്ങോട്ട് വരാനായിട്ട് യാതൊരു താല്പര്യമില്ല. ആ അനിയുടെയും അവന്തികയുടെയും നിശ്ചയമൊക്കെ അങ്ങോട്ട് കഴിയട്ടെ. അതിന് ശേഷമേ എൻ്റെ നന്ദൂട്ടന് നല്ലൊരു മിടുക്കൻ ചെറുക്കനെ നോക്കിയിട്ട് കല്യാണം കഴിപ്പിക്കണം. അമ്മേ, ആ ഒരു കാര്യം അമ്മയുടെ മനസ്സിൽ വെച്ചാൽ മതി. എൻ്റെ ആ കല്യാണം എന്നുള്ളൊരു കാര്യം അമ്മ സ്വപ്നത്തിൽ കണ്ടാൽ മതി. അതിനോടൊന്നും എനിക്ക് യാതൊരു താല്പര്യമില്ല അമ്മേ. അതങ്ങോട്ട് അമ്മയോട് മാറ്റി വെച്ചേര് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല നന്ദൂട്ടാ. നീ ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ പറ്റുമോ? നിനക്കൊരു കല്യാണം കഴിക്കണ്ടേ? ജീവിതത്തിൽ മുന്നേറണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയണം. എനിക്ക് ജീവിതത്തിൽ മുന്നേറണ്ട. ഇത്രത്തോളം മുന്നേറിയതൊക്കെ മതി. എനിക്കിതിനോട് തന്നെയാണ് താല്പര്യം, അല്ലാതെ വേറൊന്നിനോടും താല്പര്യമില്ല. എൻ്റെ ജോലി, ആ ജോലിയെ ഇതാക്കി തന്നെ ഞാൻ അങ്ങോട്ട് ജീവിച്ചോളാം. നിങ്ങളാരും എന്നോട് ശല്യപ്പെടുത്താൻ വരാതിരുന്നാൽ മതി എന്നൊക്കെ പറയാണ്. എന്താ കല്യാണക്കാര്യം പറയുമ്പോൾ ഒരു തെന്നിമാറൽ? എന്താ അനിയെ നിനക്ക് ഇഷ്ടമായിരുന്നു? എന്താ അമ്മ ഇത്? ഇപ്പം അനിയും അവന്തികയുമായിട്ടുള്ള നിശ്ചയം നടക്കാനായിട്ട് പോകുന്നല്ലേ? അതിനിപ്പോൾ ഞാനതിൽ വേറെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? എതിർപ്പ് പറഞ്ഞോ? ഇല്ലല്ലോ. ദേ ആ നിശ്ചയം കഴിയട്ടെ, അപ്പം അമ്മ എന്നോടുള്ള ആ സംശയമൊക്കെ തീർന്നോളും. അങ്ങനെ ആയാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ നന്ദുവിനാണെങ്കിൽ ആകെ സങ്കടം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലും എന്ത് ചെയ്യാനാണ്, ഈ കല്യാണവും ഏതായാലും നടക്കും. തൻ്റെ ആഗ്രഹമൊന്നും നടക്കൂലെന്നും നന്ദുവിന് മനസ്സിലായി. വീണ്ടും അനിയെ നഷ്ടപ്പെടാൻ പോകുന്നു അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നന്ദുവിന് സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല. ഈ സമയം തന്നെ നമ്മുടെ ആദർശിനെയും നയനയെയും കാണിക്കുകയാണ്. അപ്പോൾ ആദർശ് ഇങ്ങനെ പറയുകയാണ്, എനിക്ക് ഇതിനോട് ഒരു താല്പര്യം ഇല്ലല്ലോ നയന. എന്ത് ചെയ്യാൻ, അവന്തികയെ കല്യാണം കഴിക്കണ്ട എന്നൊക്കെ പല പ്രാവശ്യം എന്നോടൊന്ന് പറയുകയാണ്. ഇപ്പം എന്ത് ചെയ്യും? ആദർശേട്ടാ, ഇതിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ലല്ലോ. മുത്തശ്ശി തീരുമാനമെടുത്തല്ലേ. നാളെയാണ് നിശ്ചയം നടക്കാനായിട്ട് പോകുന്നതും. ആ നിശ്ചയ സമയത്ത് ഇത്രയും എടുത്തു. അതിൻ്റെ സമയത്ത് നമുക്കിത് മുടക്കാനായിട്ട് പറ്റുമോ? ഇല്ല. ഇപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എന്താണോ തീരുമാനമെടുത്തത് അതേപോലെ തന്നെ നടക്കട്ടേന്നേ. അവന്തികയാണ് അനിയുടെ തലയെഴുതി, അപ്പോൾ അതേപോലെ തന്നെ നടക്കട്ടെ. അതുമല്ല, ഇനിയിപ്പോൾ അനാമികമായിട്ടുള്ള ഡിവോഴ്സ് പോലും കഴിഞ്ഞിട്ടില്ല. ആ സമയത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ആകെ പേടി തോന്നുന്നു നയന. ഇത് കഴിഞ്ഞപ്പോഴേക്കും ഇനിയിപ്പോൾ പേടിച്ചിട്ട് എന്താ കാര്യം? മുത്തശ്ശൻ പറഞ്ഞല്ലോ, പുറത്താരെയും അറിയിക്കേണ്ട, നമുക്കിത് രഹസ്യമായിട്ടാണ് ഇത് നടത്താനായിട്ട് പോകുന്നതെന്ന്. അതിനുശേഷം ഡിവോഴ്സിനെ കുറിച്ച് ആലോചിക്കാം, അത്ര ആലോചിച്ചാൽ മതി എന്ന രീതിയിൽ തന്നെ പറയാം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആദർശിനും നയനൊക്കെ ഭയങ്കര ടെൻഷനാണ്. അതിലേറെ ടെൻഷനാണ് അനിക്കാണെങ്കിൽ നാളെ നിശ്ചയം നടക്കുമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ആകെ തല പുകഞ്ഞങ്ങോട്ട് കയറുകയാണ്. പക്ഷേ തൻ്റെ മനസ്സിലുള്ള സങ്കടമൊന്നും ആരും മനസ്സിലാക്കാനായിട്ട് തയ്യാറുമല്ല. നന്ദിനോടുള്ള ഇഷ്ടം ആരോടൊന്നും തുറന്ന് പറയാനും പറ്റുന്നില്ല. ആ ഒരു അവസ്ഥ നിൽക്കുകയാണ്. അപ്പോൾ ഇനി നാളെ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? ഏതായാലും ഈ അവന്തികയുടെയും അനിയുടെയും കല്യാണം നടക്കുമോ, അല്ലെങ്കിൽ അത് മുടക്കാനായിട്ട് ഒരുമ്പിട്ട് വരുമോ? അപ്പോൾ നമ്മുടെ നവീൻ്റെ സ്വപ്നങ്ങൾ നടക്കുമോ? ഇതൊക്കെ അറിയാനായിട്ട് നാളത്തെ എപ്പിസോഡും ഇനി വരുന്ന എപ്പിസോഡുകളെല്ലാവരും തീർച്ചയായിട്ടും നിശ്ചയത കേൾക്കണമെന്നും പറയുകയാണ്. അപ്പോൾ നമ്മുടെ നന്ദു തന്നെ ഈ ഒരു നിശ്ചയം മുടക്കിക്കൊണ്ട് തന്നെ പോലീസ് ഓഫീസറായിട്ട് ഇവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ വരികയാണ്. അപ്പോൾ ഒരു രംഗമായിരിക്കും നാളെ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.